ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ സാധിക്കുന്ന നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാനിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് വീണ്ടും ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര നല്ല രീതിയിലൊന്ന് മെൽറ്റായ ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതുവരേക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു മിക്സിന്. അതിന് വേണ്ടിയാണ് ആ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ നോക്കിയ ശേഷം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് വറ്റി വരണം, നന്നായിട്ട് കുറുകി വരണ്ട, ചെറുതായിട്ടൊന്ന് വറ്റി വരണ വരേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മതി നമുക്ക് ഈ ഒരു മിക്സിന്. അപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്നൊരു ട്രേയിലേക്ക് ഒരു ബട്ടറൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഇതുപോലെ ഒന്ന് ലെവലാക്കി വെക്കുക. എല്ലാ സൈഡിലും ബിസ്ക്കറ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ചൂടോട് കൂടി തന്നെ ഈ ഒരു മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മിക്സ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം 1 മണിക്കൂറൊന്ന് നമുക്കൊന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് ഇനി വെക്കാൻ പോവുകയാണ്. നമുക്ക് ആ സമയം കൊണ്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം വേണം. ഇനി നമുക്കതൊരു 3-4 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ കേക്ക് ചെയ്യണ പോലെ അത്ര സ്റ്റിഫായിട്ടൊന്നും നമുക്ക് ഈ ക്രീം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 3-4 സെക്കൻഡ് അടിച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്കിത് ഈ രീതിയിലൊന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത്ര മതി നമുക്ക് പുഡിങ്ങിന്. അപ്പോൾ കേക്കൊക്കെ ആണെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് ആവശ്യമുള്ളൂ. നമുക്കിതിനിപ്പോൾ അത്രത്തോളം ആവശ്യമില്ല. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്താൽ കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും, അതിനാണ്, നിർബന്ധമില്ല. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. 1 മണിക്കൂറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കത് പുറത്തേക്ക് എടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും തേച്ച് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം വീണ്ടും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ വശത്തേക്ക് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിൽ നിർബന്ധമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇതൊന്ന് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുഡിംഗ് റെഡിയായി. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ വീണ്ടും ഇത് തയ്യാറാക്കി നോക്കിക്കൊണ്ടിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പുഡിങ്. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.